വെൽക്കം ടു കട്ടനും കിസയും. കട്ടനും കിസയിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വേറെ ആരുമല്ല, മസ്കറ്റിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒമാനിൽ മൊത്തമായിട്ട് എല്ലാവർക്കും അറിയപ്പെടുന്ന, കപ്പിൾ ബ്ലോഗിങ് ചെയ്ത് അതിൽ കൂടെ തന്നെ നല്ല രസകരമായിട്ടുള്ള കുറേ കോണ്ടൻറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഫാത്തിമ ഉമൈസ് എന്നുള്ള കപ്പിൾസാണ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. സോ വെൽക്കം ഗൈസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള, നേരത്തെ പറഞ്ഞ കിടിലം ഇൻട്രോ പോലെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫാത്തിമ ഉമൈസുമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫാത്തിമ ഉമൈസും കപ്പിളായിട്ട് ഇവിടെ വ്ളോഗ് ചെയ്യുന്നവരാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ നടന്ന രസകരമായ കുറച്ച് കഥകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഉണ്ടാകുന്നത്. വരുമ്പോൾ നല്ല കനത്തിലിരിക്കട്ടെ വെച്ച്, കാരണം ബേസ് സൗണ്ടാണ് ഉമൈസിനുള്ള. അപ്പോൾ അതുപോലെ തന്നെ ഒരു കിടിലൻ ഇൻട്രോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് പോകാം. സോ വെൽക്കം ടു കട്ടൻ ആൻഡ് കിസ. താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് കട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ഒരു സിപ്പ് എടുത്തിട്ട് നമുക്ക് തുടങ്ങാൻ. അതെ അല്ലേ? പിന്നെ അവനോട് പറഞ്ഞിട്ട് ഞാൻ അവനോട് ഒന്നും കൂടെ പറയാം കൊണ്ടുപോടാന്നുള്ളത്. എനിവേ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് us. ഓക്കെ, പറയാ. എനിവേ നിങ്ങളെ ഈ ഒരു ഇനീഷ്യേറ്റീവിന് ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ പറഞ്ഞു കട്ടൻ വന്നു. അങ്ങനെ പറഞ്ഞു നമ്മുടെ കട്ടൻ എത്തി. ഇനി കിസ്സയാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു പരിപാടി എന്താ പറയാ, ഇതിലേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ ഞാൻ അങ്ങോട്ടാ താങ്ക്സ് പറയേണ്ടത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ ഒരുപാട് താങ്ക്സ്. അതാണ് ഞാൻ പറയേണ്ടത് ആദ്യം. പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഒരു സംഭവം ഇതൊരു ഇനീഷ്യേറ്റീവായിട്ട് ചെയ്ത് തുടങ്ങുന്നതിൽ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു പുതുമ തോന്നുന്നുണ്ട്. നമുക്ക് ഒമാനിൽ അങ്ങനെ ആരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. പ്ലഷർ. കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ചായ കുടിച്ചിട്ട് കിസ്സ പറയുന്നു, അത് കിസ്സ പറഞ്ഞുകൊണ്ട് ചാടിക്കും. നമുക്ക് എങ്ങനെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ കിസ്സ പറഞ്ഞുകൊണ്ട് നടിവെള്ളത്തിൽ ചാടിക്കോട്ടെ. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ തന്നെ ആദ്യം തുടങ്ങാം. ഓക്കെ, ഹൂ ഈസ് ഫാത്തിമ ആൻഡ് ഹൂ ഈസ് ഉമൈസ്? അതിനെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് പറയാം. Who is Fatima? Who is Humais? This is Fatima. അല്ല, തിരിച്ചും പറയുന്ന ആൾക്കാരുണ്ട്. എന്നെ പലരും ഹുമൈസ് എന്ന് വിളിക്കുന്നുണ്ട്. ഹുമൈസ. പക്ഷെ ഇങ്ങനെ അപ്പൊ ഉമൈസിനെ കണ്ട് ഫാത്തിമ പോകുന്ന അത് നല്ലൊരു ചോദ്യമാണ്. അങ്ങനെ ചോദിക്കണല്ലേ? അതന്നെ സാറിലെ ഹുമൈസ് എന്നുള്ള പേര് വളരെ റെയറാണ്. അതെ, എന്റെ പിന്നെ അമ്മാവൻ, അതായത് നമ്മുടെ നാട്ടിൽ കാരണോട് ഉമ്മാന്റെ ആംഗള പുള്ളിക്കാരാണ് എന്റെ ഈ പേരിട്ടത്. ഹുമൈസിന്റെ പേര്. അതിലിപ്പോ എനിക്ക് ഭയങ്കര പ്രിവിലേജ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം വെരി റെയർ ആണ്. എന്റെ നാട്ടിൽ തന്നെ വേറൊരു ഹുമൈസ് ഉണ്ട്. സുറൂർ കേട്ടിട്ടുണ്ടോ? സുറൂർ കേട്ടിട്ടുണ്ട്. എന്റെ നാട്ടിലൊരു സുറൂർ, എന്റെ ഒരു ചൈൽഡ് ഫ്രണ്ട് ഉണ്ട് സുറൂർ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അതുപോലെ പുള്ളിക്കാരന്റെ ഫ്രണ്ടിന്റെ പങ്ങളെ മകനുണ്ട് ഹുമൈസ്. ആ ഹുമൈസിന്റെ പേര് കണ്ടിട്ടാണ് എന്റെ പേരിട്ടത്. ഞാൻ അവനും തമ്മിൽ ഏകദേശം ഒരു 8 months 10 months ഡിഫറൻസ്. എന്റെ ഫ്രണ്ടാണ്. വളർന്നു വന്നപ്പോ അവൻ എന്റെ ഫ്രണ്ടായി മാറി. അതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണ്. അപ്പൊ ഈ ഹുമൈസ് എന്ന പേര് സ്കൂൾ മുതൽ തന്നെ ഭയങ്കര എനിക്ക് അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്താ പേര് ചോദിക്കുമ്പോൾ ഹുമൈസ് പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ആവില്ല. അപ്പൊ ആൾക്കാർ ഉമൈസ് എന്ന് വിളിക്കാം. ഈ ഉനൈസ് ഉവൈസ് എന്നൊക്കെ പേരുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഇതിലാണ് വിളിക്കുക. സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ ഹുമൈസ് എന്നുള്ള പേരിൽ കുറെ ആൾക്കാർ അതൊരു ഫീമെയിൽ എന്താ പറയാ, അങ്ങനെ ഫാത്തിമ ഹുമൈസ അങ്ങനെ ആയിരിക്കണം ആൾക്കാർക്ക് അത് അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. സോ ഫാത്തിമാന്റെ കഥ? എനിക്ക് പ്രത്യേകിച്ച് അതെ, ഞാൻ ഫാത്തിമ മാത്രം അത്ര മാത്രമേ. അങ്ങനെ റെയർ നെയിം ഒന്നും അല്ലല്ലോ, അപ്പൊ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെയോ? പക്ഷെ ഇവളുടെ ഫാമിലിയിൽ ഫാത്തിമ എന്ന് പറയുമ്പോൾ ഫാത്തിമയാന്ന് ചോദിക്കാറോ? ഇവളെല്ലാരും വീട്ടിലെല്ലാരും ഫാത്തി എന്ന് വിളിക്കുക. ഓക്കെ, ഫാത്തിമ അങ്ങനെ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. എന്നാരും ഫാത്തിമ എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ പാത്തു വിളിക്കാൻ തുടങ്ങി. ഞാനും പാത്തു വിളിക്കും. ഞാൻ അങ്ങനെ എന്റെ വിളിയും പാത്തുന്നായി. ഞാൻ അതിനുമ്പോ ഫാത്തി എന്നായിരുന്നു. നമ്മുടെ ഒരു കല്യാണത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ കാലഘട്ടം തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ഡിസ്കഷന് വരുന്നത്. അതിനൊക്കെ കുറെ കട്ട് ചെയ്യാനുണ്ട്. ഒരു കട്ടുമില്ല ഇവിടെ, ഓൺലി സ്ട്രൈറ്റ് മാത്രം. ഓക്കെ, ഗ്രേറ്റ്. സോ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ബാക്ക് സ്റ്റോറിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഉമൈസ് എന്നുള്ള പേര് കേട്ടിട്ടാണ് ഫാത്തിമ ആദ്യം വീണത്? അതായിട്ട് ഇതൊരു ബന്ധമില്ല. ശരിക്കും എങ്ങനെ നിങ്ങളുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? കറക്റ്റ് ആയിട്ട് സ്റ്റോറി എന്നല്ല പറയണം. അത് ഒരു 4 എപ്പിസോഡ് എടുക്കാനുള്ള 4-5 എടുക്കാം, ഒരു പ്രശ്നമില്ല. നമ്മൾ ചുരുക്കിയിട്ട് മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ ക്യാമറ വെള്ളത്തിൽ ചാടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയിലും നിർത്തും. സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പം ഇവള് ഓൾറെഡി എന്റെ ഒരു പിന്നെ നമ്മുടെ റിലേഷൻ ആണ്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ കാരണവർ ഉണ്ടല്ലോ, എന്റെ അമ്മ, പുള്ളിക്കാരൻ കല്യാണം കഴിച്ചത് ഓൾറെഡി ഇവളുടെ കസിനാണ്. കസിൻ മീൻസ് ഇവളുടെ ഇൻ ദ സെൻസ് ഇവൾ ഉമ്മാന്റെ കസിൻ. ഓക്കെ, ഇവളും ഉമ്മയും എന്റെ മാമന്റെ അമ്മാവന്റെ ഭാര്യയും കസിൻസ് ആണ്, സ്ട്രേറ്റ് കസിൻസ് ആണ്. അപ്പം ഓൾറെഡി ഇവളുടെ ഫാമിലി ആയിട്ട് എനിക്കൊരു ഫാർ അവേ റിലേഷൻ ഉണ്ട്, കണക്ഷൻ ഓൾറെഡി. അപ്പോ ഈ
എല്ലാ ഇതും തുടങ്ങുന്നത് നമ്മളൊരു വിനീത് ശ്രീനിവാസന്റെ ലൈനിൽ പറയുകയാണെങ്കിൽ ഒരു കല്യാണ വീട് എന്നൊരു അത് നമ്മുടെ ലൈഫിൽ കല്യാണ വീട് ഒരു ഇതാണ്. അത് ഞാൻ പറഞ്ഞു 4 എപ്പിസോഡ് കൊണ്ട് 4-5 എടുക്കാം. അപ്പൊ നമ്മൾ ഈ കല്യാണം ഏതെങ്കിലും ഒരു ഫാമിലിയിൽ കല്യാണം നടക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ക്ഷണം ഉണ്ടാവും. മ്യൂച്വൽ ഇതാണല്ലോ. അങ്ങനെ ചെറുപ്പം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അത്. പിന്നെ എന്റെ കസിൻ, അതായത് എന്റെ ഈ പറഞ്ഞ അമ്മാവന്റെ മകളുടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇവള് അന്ന് എന്നെ ശ്രദ്ധിച്ചു, പക്ഷെ ഞാൻ ഇവള് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ചുള്ളനായിട്ട് ഒരു ഫ്രഷ് ലുക്കിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് കോഫി അടിച്ചേക്കാൻ ഇത് താങ്ങൂല, ക്യാമറ അടിച്ച് തീർച്ചു. ഞാൻ പറഞ്ഞത് 4 എപ്പിസോഡ് കൊണ്ട് ഈ മൈക്ക് ഇത് താങ്ങണോണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു കാര്യം. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ അല്ല, മൊഞ്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. ഐ മീൻ ഞാൻ അതില് ഡിസഗ്രി ചെയ്യുന്നൊന്നുമില്ല. മൊഞ്ചുണ്ട് ചെക്കൻ. ഇപ്പൊ ഈ മൊഞ്ചാണെങ്കിൽ അന്തകാലത്തിൽ വരെ വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞ പോലെ എന്നെ എല്ലാവർക്കും അന്നേരം അറിയുമായിരുന്നു. ഞാൻ അങ്ങോട്ടും പോക്കും എന്നെ തിരിച്ചും പോക്കണം, അങ്ങനെ ഡീല്. എന്നിട്ട് അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇവളുടെ ഫാമിലിയിൽ ഇവളുടെ ഒരു സ്ട്രേറ്റ് കസിൻ, ക്ലോസ് കസിന്റെ വെഡിങ് വന്നു. പക്ഷെ അന്ന് ഞാൻ പോയത് ഇവളുടെ ഒരു കസിൻ ബ്രദർ ഇൻവൈറ്റ് ചെയ്തു. പുള്ളി എന്റെ ഫ്രണ്ടാണ്. ഞാൻ എന്റെ കോളേജ് ലൈഫ് ഞാൻ കോയമ്പത്തൂരായിരുന്നു പഠിച്ചത്. അപ്പൊ അവനും കോയമ്പത്തൂരായിരുന്നു. അപ്പൊ അന്ന് മുതൽ എനിക്ക് അവന് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ ഇവളുടെ കസിന്റെ കല്യാണത്തിന് പോയി. ഞാൻ എന്റെ ഒരു ഫ്രണ്ടും കൂടി. അങ്ങനെ കല്യാണത്തിന് പോയിട്ട് ആ ഒരു കഥയൊന്നും അങ്ങനെ പറയണ്ടല്ലേ, ഡീപ്പായിട്ട് വരാതെ ബോറായി പോലെ ഒരു പൈങ്കിലായി പോകും. ഇല്ല, കുറച്ച് എന്തായാലും വേണം. കാരണം ശ്രീനിവാസനെ അതിട്ട് തട്ടത്തിൽ മറിയത്തിട്ട് ഹിറ്റ് അടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഥ പറയാം, തീർച്ചയായിട്ടും പറയാം. അതിനാണ് നമ്മുടെ കട്ടനും കിസയും. ഷോർട്ടായിട്ട് പറയാം. അത് ആ കല്യാണ വീട്ടിൽ ഞാൻ പിന്നെ അന്നാണ് ഞാൻ ഇവള് ശ്രദ്ധിക്കുന്നത്. അന്ന് ഇവള് ഒരു ഭയങ്കര ഒരു നമ്മുടെ നാട്ടിൽ പറയും അതിർപ്പത്തിന്റെ ലംഘ്യ മറിയുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പുറത്തിങ്ങനെ നമ്മളിങ്ങനെ ആണുങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് സംസാരിച്ചിരിക്കുമ്പോ ഇവള് ഈ ഡ്രസ്സൊക്കെ വലിയ വില കൂടിയ ഡ്രസ്സായിരിക്കുമല്ലോ. അപ്പൊ എല്ലാരും ഒന്ന് കാണണ്ടേ, കഷ്ടപ്പെട്ട് മേക്കപ്പ് കുട്ടിയൊക്കെ ഇട്ടിട്ട് അകത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. പുറത്തേക്ക് വന്നിട്ട് ഇവളെ എല്ലാരും ഒന്ന് ഇങ്ങനെ നോക്കി ഞാൻ ഇവിടെ ഉണ്ട് എന്ന രീതി നോക്കുമ്പോ ഞാൻ അന്നാണ് ഇവളെ നോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മുതൽ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അല്ല, നോർമലി ഒരു ഡൗട്ട്, സോറി ടു ഇന്ററപ്റ്റ്. ഈ നോർമലി എല്ലാ കസിൻസിന്റെയും കല്യാണം നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ ചില കസിൻസ് ഉണ്ടല്ലോ ഇങ്ങനെ ലഹങ്കയൊക്കെ പൊക്കി പിടിച്ചു ഈ ഫോണിൽ ഇങ്ങനെ ഈ സാധനം ആ സാധനം അന്ന് ഫോണില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വെച്ചാല് കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് ഫോൺ അന്നേരം ആ കാലത്ത് ഭയങ്കര പ്രശ്നമാണ്. കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് ഫോൺ എന്നൊക്കെ പറഞ്ഞ വൻ സീനാ. ഇപ്പൊ എനിക്കൊന്ന് 10th കഴിഞ്ഞ വേണ്ട, 6th 7th ആകുമ്പോ തന്നെ പിള്ളേരുടെ കയ്യിൽ ഫോൺ ആയി തുടങ്ങി. റൈറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോണും അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇവള് ആ ഒരു ഡ്രസ്സിലും കൂടി ആ ഒരു ഡ്രസ്സും കൂടി അപ്പൊ ഞാൻ ആ ഡ്രസ്സിലേക്ക് പിന്നെ വരാം. അതിൽ വേറെ കഥ ഉണ്ടല്ലേ, അങ്ങനെ കൊറേ കഥകളുണ്ട്. നിങ്ങള് സഹിച്ചിരുന്നോട്ടാ 4 എപ്പിസോഡ് ഉണ്ടോ. അങ്ങനെ അത് അങ്ങനെ കണ്ടു. പിന്നെ മൈൻഡിലൊന്ന് സ്ട്രൈക്ക് ചെയ്തു. കല്യാണം കഴിഞ്ഞു. അന്ന് എന്റെ കല്യാണത്തിന് എന്റെ ഉമ്മ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി. പക്ഷെ എനിക്ക് എന്താ പറയാ ഒരു പ്രീവിയസ് ഇനിയിപ്പോ എല്ലാം തുറന്നു പറയാലോ, പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പുറത്തു പറയുന്ന പ്രശ്നമില്ല. എനിക്ക് മുമ്പ് ഒരു ചെറിയൊരു അഫയർ ഉണ്ടായിരുന്നു കോളേജ് ഡേയ്സ്. അതൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ചെറിയൊരു പണി തന്നു ആ രീതിയിൽ. അപ്പൊ ഞാൻ ഇനി അങ്ങനെ ഒരു ലൈനിലേക്ക് പോകണ്ട, ഇനി നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് അവേ കല്യാണം കഴിച്ചോട്ടെ എന്ന രീതിയിൽ പ്രപ്പോസലായിട്ട് പോകും. കാരണം അന്ന് ആ കല്യാണ പ്രായമായിരുന്നു. ഗുഡ് ചോയ്സ്. അങ്ങനെ ഞാൻ ഉമ്മാന്റെ അടുത്ത് ഇത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു. ഇങ്ങനെ നമ്മുടെ പിന്നെ കാക്കാന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പെണ്ണുണ്ടല്ലോ. അപ്പൊ അന്ന് ബ്രോക്ക് എത്ര വയസ്സ്? അന്ന് എനിക്ക് ഹാർഡ്ലി 25 അങ്ങനെ തോന്നുന്നു. 25 ആയിന്. കല്യാണ പ്രായമായിന്. നമ്മുടെ മലബാർ റേഞ്ച് വെച്ച് 25 തികഞ്ഞിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു ഓൾറെഡി നമ്മളൊരു ഫാർ എവർ റിലേഷൻ ആയിട്ട് വരും മോനെ. അത്ര ഇഷ്ടമായി. നമ്മൾ ഉമ്മമാര് പൊതുവെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തില് നമ്മൾ ഉമ്മമാരോടൊന്നല്ല പറയാം. അപ്പൊ ഉമ്മ പറഞ്ഞ് നമുക്ക് നോക്കാം. അപ്പൊ ഞാന് അന്നേരം ഖത്തറിലേക്ക് വിസ എടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ഉപ്പ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഖത്തറിന്ന് പെട്ടെന്ന്. അപ്പൊ ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞ് കൊച്ചിൻ ഷിപ്പായുടെ ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഖത്തറിലേക്ക് ഫസ്റ്റ് പോകുന്ന സമയം. അപ്പൊ ഉപ്പ പറഞ്ഞു ആ സമയത്തായിരുന്നു അത് പോകുന്നൊരു ജസ്റ്റ് ഹാർഡ്ലി 2 weeks ബാക്ക് ആയിരുന്നു സംഭവം. അങ്ങനെ ഉമ്മ പറഞ്ഞു നീ ഏതായാലും ഖത്തറിൽ പോ, പണിയൊക്കെ ഒന്ന് റെഡി ആവട്ടെ, സെറ്റിൽ ആവട്ടെ, ആലോചിക്കാം. നോ പറഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം, നല്ല ഫാമിലിയാണ്, എല്ലാം ഓക്കെയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഖത്തറിലേക്ക് പോയി.
പക്ഷെ ഖത്തറിലേക്ക് പോയപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് ഇങ്ങനെ ഒരു ജോബ് ഹണ്ടിങ്ങിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുത്തലുണ്ടത്. അതെ, ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോ സൈഡിൽ സ്ലോ മുടി പഠിക്കുന്ന സൗണ്ടില്ലേ എന്റെ സാറേ, വരാന്തയിൽ വെച്ചിട്ട് കോളേജിന്റെ വരാന്തയിൽ കല്യാണ മണ്ഡപത്തിന്റെ വരാന്തയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു സാറേ അവളെ. അങ്ങനെ അത് ഖത്തറിന്ന് ഞാൻ അന്നേരം ഇൻസ്റ്റാഗ്രാമൊന്നും നമ്മുടെ ഇതിലില്ല, ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് പിന്നെ നിംബസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക് അന്നുണ്ട് അല്ലേ? അങ്ങനെ ഫേസ്ബുക്കില് റിക്വസ്റ്റ് അയച്ചു. അപ്പൊ റിക്വസ്റ്റ് ഒക്കെ അയക്കണല്ലോ, റിക്വസ്റ്റ് അയച്ചു. പക്ഷെ ഞാനിങ്ങനെ 3-4 ദിവസം വെയിറ്റ് ചെയ്യും, കൺഫേം അടിക്കുന്നില്ല, ഇവള് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നീട് ചോദിച്ചപ്പോൾ പിന്നീടുള്ള കഥ പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ വിചാരിക്കൂല ഇവള് അപ്പൊ മൂപ്പര് ഓൾറെഡി സെറ്റ് ആയിട്ട് രാത്രി ക്ലോസ്. അങ്ങനെ ഞാന് പുള്ളി അവളെ അക്സെപ്റ്റ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്തത് ഏപ്രിൽ 21, അതായത് ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അവർ അക്സെപ്റ്റ് ചെയ്തതിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അക്സെപ്റ്റൻസ് ആനിവേഴ്സറി, ഫേസ്ബുക്ക് റിക്വസ്റ്റ് അക്സെപ്റ്റൻസ് ആനിവേഴ്സറി ആണ്. അല്ല 11 വർഷമായി. അപ്പൊ 11 വർഷമായി. ശരിക്കും ഇന്നലെയാണ് ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇന്നലെ പ്ലാൻ ചെയ്തതല്ലേ? അതെ, ഇന്നലെ പ്ലാൻ ചെയ്തത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു കേക്ക് മേടിച്ചോണ്ട് നമ്മൾ അക്സെപ്റ്റൻസ് ആനിവേഴ്സറി 11 years കൊണ്ട് കേക്ക് കിട്ടിയില്ലായിരുന്നു. അതെ. അപ്പൊ ബ്രോന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. താങ്ക് യു. ബിലേറ്റഡ് വിഷസ്. കേക്ക് ഇല്ല, കോഫി ഉണ്ട്. അത് കൂടാതെ നമ്മൾ വേറെ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അത് കൊടുക്കാം. അതെന്തായാലും ഇല്ലല്ലേ, ഉറപ്പായിട്ടും കിട്ടും. അതെ. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഖത്തറിൽ പോയിട്ട് ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ചാറ്റ് തുടങ്ങി. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് എന്നെ അറിയാന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഓൾറെഡി അറിയാം. അപ്പൊ എന്റെ പെങ്ങൾ ഇവളെ ഫ്രണ്ടാണ്. ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, അറിയാം. അപ്പൊ മറുവന്റെ ബ്രദറല്ലേ, ഞാൻ കാണാറുണ്ട്. വന്നപ്പോ ഉള്ളിൽ ഒന്നുകൂടെ ലിട്ട് പൊട്ടി. അപ്പൊ ഇനി പണി എളുപ്പമായി, പിന്നാലെ നടന്ന് കഷ്ടപ്പെടണ്ട, മതില് ചേട്ടണ്ട. പിന്നെ ഇവളെങ്ങനെ സ്വന്തമാക്കാം എന്ന്, കാരണം എന്റെ മൈൻഡില് ഓൾറെഡി ഇതായി. കാരണം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒലിപ്പിച്ച് നടക്കണ്ട, എങ്ങനെങ്കിലും ഒന്ന് ഉപ്പാനെ കൺവിൻസ് ചെയ്തിട്ട് എങ്ങനെയും ഒന്ന് കെട്ടാം. അങ്ങനെ ഇവളുടെ ഫാമിലി എന്താ അവസ്ഥ എന്ന് അറിയണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വേറൊരു കസിൻസ് ഒക്കെ വഴി ഇവളുടെ ഇതൊക്കെ അന്വേഷിച്ചു നോക്കി. അപ്പൊ ചെറുക്കനെ നോക്കുന്നുണ്ട് എന്നറിഞ്ഞു. പിന്നെ എന്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാനല്ലോ. പിന്നെ എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പണിയാവണമെന്ന്. കാരണം പണിയില്ലാണ്ട് നമ്മൾ അതിന്റെ പുതിയ ആപ്പിളിനെ എടുക്കില്ലല്ലോ. പണിയൊന്നും നോക്കുന്നില്ല. അതെ, ഇപ്പൊ കല്യാണം നടക്കുന്നത് 18-24 പാവം ചെക്കന്മാര് 25-30 കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പണിയെടുത്ത് മുടിയും പോയിട്ട് പൈസ അനുഭവിച്ചത്. ഇപ്പത്തെ എത്ര പിള്ളേരുണ്ടെന്ന് അറിയോ? വിഷമാണ് ആലോചിച്ചിട്ട്. അവർക്ക് വേണ്ടിട്ട് നമ്മള് വേറെ പോഡ്കാസ്റ്റ് ചെയ്യും. എന്നിട്ട് പണി അന്വേഷിച്ചിട്ട് ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് പോകണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഇട്ടിട്ട് കൊടുക്കണത്. ഓക്കെ, ഫ്ലോ ഉണ്ട്. ഫ്ലോ പറഞ്ഞു. എന്നിട്ട് നമ്മള് പറഞ്ഞു നിർത്തിയത് ഖത്തറിൽ വെച്ചിട്ട് ആലോചിച്ചു. ഫസ്റ്റ് ആലോചിച്ചു അൺഒഫീഷ്യലായിട്ട് ഞാൻ ആദ്യം ഒരാളെ അയച്ചു. ശരി. എന്റെ ഉമ്മാന്റെ അടുത്ത് ഞാൻ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യൂട്ടാ. എന്റെ ഉമ്മ എന്ന് പറയുന്നത് അക്കാലത്ത് എന്റെ ഉമ്മാന്ന് വെച്ചാൽ ഞാൻ എന്തുണ്ടെങ്കിൽ എന്റെ ഉമ്മാനോട് പറയും. അതില് വേറൊരു ഇതുണ്ട്, പെൺകുട്ടികൾക്ക് എപ്പോഴും ഉപ്പാന്റെ അടുത്തും ആൺകുട്ടികൾക്ക് എപ്പോഴും ഉമ്മാന്റെ അടുത്തും. അത് കറക്റ്റാ. ശരി, ഭയങ്കര ഓപ്പൺ ആയിരിക്കും. ഉപ്പാന്റെ അടുത്തൊന്നും വേണ്ടിട്ടില്ല. ഒന്നാമത് അറിയോ ഉപ്പാനോട് കിടക്കുന്നത് കേൾക്കാം. അപ്പൊ അന്നേരം ഈ ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ വാട്സപ്പ് ഇത്ര ചാറ്റ് ഫ്രണ്ട്ലി ഒന്നല്ലോ. തിരിച്ചു വരണമെങ്കിൽ എത്ര സമയം വെയിറ്റ് ചെയ്യും. പിന്നെ ഭയങ്കര കഷ്ടപ്പാടാ. അപ്പൊ പിന്നെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടം മെസ്സഞ്ചേഴ്സിന്റെ ഓപ്ഷൻസ് ആണ് കുറെ. അപ്പൊ വീണ്ടും ഫ്ലോ പോയി. ഇല്ല, അങ്ങനെ ഫ്ലോ പോയാലും ഞാൻ തിരിച്ചിടാൻ വേണ്ടി കറക്റ്റ് ഇട്ടിരുന്നില്ല എന്റെ ഇടയിൽ. അങ്ങനെ അപ്പൊ ഉപ്പാന്റെ അടുത്ത് പറയാൻ എനിക്ക് ഭയങ്കര പേടി. അതൊരു കാരണം എന്ന് വെച്ചാൽ എന്റെ ഉപ്പ ഖത്തർ പോലീസിലായിരുന്നു. ഓക്കെ. അപ്പം 98 ഞാൻ പണ്ട് ഖത്തറിലൊരു അതായത് ഇസ്ലാമിക് കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് മാത്രം അവിടെ പോലീസിൽ ജോലി ഉള്ളൂ അങ്ങനെ ഒരു റൂൾ വന്നപ്പോൾ ഉപ്പാന്റെ ജോലി പോയതാണ്.
അപ്പം ഉപ്പാന്റെ മൈൻഡിൽ ഉപ്പ ഓൾറെഡി ഒരു പോലീസുകാരനാണ്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ വളർത്തിയത് മീൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത് ഞാനും എന്റെ തൊട്ട് താഴെ ഒരു അനിയനുണ്ട്. നമ്മൾ രണ്ടും നല്ലോണം ഉപ്പാന്റെ നന്നായിട്ട് വാങ്ങിയിട്ടാണ് ഇപ്പൊ വളർന്നത്. പ്രത്യേകിച്ച് ഞാൻ ചെരുപ്പ് കൊണ്ട്, ബെൽറ്റ് കൊണ്ട്, റബ്ബർ ഷീറ്റ് കൊണ്ട്, ഇഷ്ടിക കൊണ്ട്, പിന്നെ വലുതായപ്പോ അല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ അത് നാട്ടിലെ പോലീസുകാർ, നാട്ടിലും വീട്ടിലും പോലീസാണ്. അപ്പൊ ഗൾഫിലെ പോലീസാന്ന് വെച്ചാൽ നമുക്കറിയാലോ. അതെ, സലാം പറഞ്ഞ പിന്നെ അടിക്കും. ഇപ്പൊ അങ്ങനെ തല്ലൽ കുറവാണ്. ഇപ്പൊ ഏത്ത് പിടിക്കും. എന്തെങ്കിലും കുരുത്തക്കെടെല്ലാം കാണിച്ചാല് ഇങ്ങനെ അതിന്റെ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മള്. ഞാൻ രാവിലെ രാത്രി വരട്ടെ. പിന്നെ ഇപ്പം ആകെ മാറിയിട്ടാ. ഇപ്പൊ പഞ്ചപ്പാവാണ്. അതങ്ങനെ ലാസ്റ്റ് തനിയെ ഉപ്പാട് സംസാരിക്കുന്നുണ്ടായിരിക്കും. നമുക്കുള്ള ഈ കാലത്ത് നമ്മൾ ഇങ്ങനെ 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 സത്യം. എന്റെ മോളോടൊക്കെ മോളെടുത്ത് റിമോട്ട് എടുത്ത് പൊട്ടി പറയാം, എന്ത് രസല്ലേ, നല്ല പഞ്ചിന്റെ പൊട്ടി കിടക്കണാണ്. പണ്ടേതോ റബ്ബർ ഷീറ്റ് വെറുതെ നിരച്ചോണ്ട് നീ റബ്ബർ ഷീറ്റ് ഫാമിലിയായിട്ട് കൂടിയിരിക്കുമ്പോ ചെറിയ അനിയനെ ഇപ്പൊ ഉപ്പാനോട് പറയും ഉപ്പ എന്തെങ്കിലും പറയും, ഉപ്പ എന്തെന്നായി പറയുന്നപ്പോ നമ്മളൊരു ഇവനെങ്ങനെ പറയാൻ തോന്നുന്നു. അപ്പൊ അപ്പുറത്തിരുന്നിട്ട് ഉപ്പ നീ പോടാ. അല്ല, ഞാൻ ഉപ്പാന്റെ ആ ഒരു പോലീസ് മോറൊക്കെ കണ്ടു വളർന്നുകൊണ്ടാണ് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപ്പാന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഉമ്മ പറയും സമയാവട്ടെ, നമുക്കത് മൈൻഡിൽ വെക്ക്, നമുക്ക് ഇപ്പൊ നോ ആക്കണ്ട യെസ് ആക്കണ്ട, ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് മൈൻഡിൽ വെച്ചു. പിന്നെ ജോബ് റെഡിയായപ്പോ ഫസ്റ്റത്തെ ഇതെന്തായിരുന്നു, ഫസ്റ്റത്തെ സാലറി എങ്ങനെ വാങ്ങാൻ, ഇതെങ്ങനെ. പിന്നെ അന്ന് പിന്നെ എന്റെ കൂടെ ജമീൽ അറിയില്ലേ, ജമീല് ഖത്തറിലുണ്ടായിരുന്നു. അത് നിങ്ങൾ കേട്ടോ, ജമീൽ പാത്തുവിന്റെ ആ ലൈന് എന്റെ ഇവളുടെ സ്റ്റോറിന്റെ പാരലായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ടായിരുന്നു. അത് പറയണെങ്കിൽ രണ്ടുപേരും ഒരേ തോണിയിൽ യാത്രക്കാരൻ, രണ്ട് തോണിയിൽ പോയിരുന്നു, ഒരു തോണി കയറി ഒരുമിച്ച് തുഴഞ്ഞു. അപ്പോ പിന്നെ ഇവനൊക്കെ കുറെ ടിപ്സ് തരും. ഇവനൊരു പഞ്ചാര കുട്ടനാണ്. നമ്മുടെ സ്കൂൾ ഡേയ്സിലുണ്ട് നമുക്കിപ്പോ ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് മൂത്തോക്ക് സംസാരിക്കാനോ പെട്ടെന്ന് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. ഇവൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇവന് ഭയങ്കര കൂളാണ്. ഇവന് ഒരു പെണ്ണിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒരു എന്താണെങ്കിലും അവൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്ലിപ്പ് എന്തായാലും എടുത്തിടണം, എന്നിട്ട് ജമീലിനെ ടാഗ് ആക്കണം. അല്ല, അവൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അതല്ലേ ഇവന് അങ്ങനെ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞ നീ അത് വിടണ്ട. അങ്ങനെ ഇവന് പിന്നെ സംസാരം അവന് ഇവളുമായി. അവന് എന്തെങ്കിലും കാര്യത്തിന് ഇവന് എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോ ഇവള് വിളിക്കും, ചാറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഇവളുടെ ഇടയ്ക്ക് ഇവൾക്കൊരു ഇത് വന്നു, ഒരു പേടി വന്നു, നടക്കൂല്ലേ എന്നുള്ള ഒരു പ്രഷർ വരും. അതെ അതെ അതെ. അന്ന് അപ്പൊ ഫാത്തിമക്ക് ഏജ് എത്രയായിരുന്നു? 20. നിന്റെ ഇപ്പോഴത്തെ വയസ്സ് കണക്കൂട്ടല്ല. എനിക്കറിയാം, ഒന്ന് കൂട്ടിട്ട് ബാക്കൗട്ട് ആയപ്പോ ഇവൾക്ക് ഏതൊരു പ്രപ്പോസൽ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ജമീൽ ഇടപെട്ടിട്ട് അതൊന്ന് ഇവൾക്കൊന്ന് ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത്, അതായത് ഈ നമ്മള് സിനിമ കാണാനല്ലോ, എനിക്ക് അവൻ അറിയാത്തോണ്ടാണ്, അവൻ നല്ല വഴിയാണ് അവപ്പുറത്ത് മാറി. അതെ, ഞാൻ തന്നെ അങ്ങനെ പിന്നെ അത് അവിടെ കൊളാക്കി. പിന്നെ നമ്മുടെ അതിങ്ങനെ സ്ട്രോങ് ആയി വന്നു. ജമീൽ ഒരു സൈഡിൽ നിന്ന് അവനും പ്രേമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ വീട്ടിൽ അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പണ്ടത്തെ ഒരു ഇത് വെച്ചിട്ട് പൂട്ടിയിടല്, അടിക്കല്, മറ്റേ പട്ടിണിക്കിടല്, ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. 10th ഒക്കെ പഠിക്കുമ്പോ എത്ര ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതിലേക്ക് കിടക്കുന്നില്ല. വയസ്സും ചോദിക്കില്ല, എണ്ണവും ചോദിക്കില്ല. ഓക്കെ, അതെല്ലാം കിട്ടിയിട്ടില്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഭാഗ്യവതി. അതെ. എന്നിട്ട് ഫ്ലോ വീണ്ടും പോയി എന്നല്ലേ പറയാൻ വന്നത്? പോയിട്ടില്ല. ജമീല് മോട്ടിവേഷൻ ഒഫീഷ്യലി പിന്നെ പോകാനുള്ളൊരു പ്ലാനായി. അങ്ങനെ ഞാൻ 2 കൽപ്പിച്ച് ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞു, വിറച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഉപ്പാനോട് ഡയറക്റ്റ് പറയാൻ മടിച്ചിട്ട് ഉപ്പ ആ സമയത്ത് നാട്ടിൽ പോയി. ആ ഗ്യാപ്പിന് ഞാൻ ഉമ്മാനെ വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു വരട്ടെ ചോദിച്ചു. ഉമ്മാനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഉപ്പാനെ ഫോൺ ചെയ്തിട്ടാണ് കാര്യം പറയുന്നത്. അപ്പൊ ഒന്നും മിണ്ടിയിട്ടില്ല, യെസും പറഞ്ഞിട്ട് നോവും പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഫോൺ കിട്ടിയത്. അങ്ങനെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഇതൊക്കെ അവതരിപ്പിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു ഉപ്പാക്ക് അവന് ജോലി കയറിയിട്ടല്ലേ ഉള്ളൂ, ഒന്ന് സെറ്റിൽ ആവട്ടെ. ഏതൊരു ഉപ്പമാരും അക്കാലത്ത് ആഗ്രഹിച്ചത് ഉപ്പ ആഗ്രഹിച്ചിട്ട് അവനെ കുറ്റപ്പെടുന്നില്ല. ഉപ്പാക്ക് ആദ്യം ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു, കാരണം അവരൊന്ന് സെറ്റിൽ ആവട്ടെ, ഒന്ന് ട്രാക്കിലേക്ക് വരട്ടെ എന്നൊരിതായിരുന്നു.
അങ്ങനെ പിന്നെ എനിക്ക് സമയമില്ല. നമ്മൾ ആ ഒരു പ്രായത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതെ, എടുത്തിയാടും എനിക്ക് തീരെ കയ്യിന്ന് പോവെന്നുള്ള ടെൻഷൻ. അവിടെ പല പ്രപ്പോസൽസ് വന്ന് കുനിഞ്ഞ് കൂമ്പാരം കൂടുന്ന പ്രശ്നം. ഇത് എവിടെ ടാലിയാക്കും, എങ്ങനെ ടാലിയാക്കും? അന്നേരം നമുക്ക് ഈ പേരൻസിന്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് നമ്മളിപ്പോ ഒരു പേരന്റ് ആകുമ്പോ നമുക്ക് മനസ്സിലാവുന്ന എത്രത്തോളാണ്. 100% agree with you. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ ഉപ്പാന് നോ പറഞ്ഞു. പിന്നെ ഉപ്പാനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു അതിനുശേഷം. പിന്നെ ഇവരുടെ അതിനിടയിൽ ഇവരുടെ ഫാമിലിയിൽ നിന്ന്, അതായത് എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠനൊക്കെ നമുക്ക് നോക്കാം, ഉപ്പാനെ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരുടെ കാരണവരൊക്കെ പോയി കാണും. പിന്നെ അങ്ങനെ അവരുടെ മൈൻഡ് നമ്മൾ അറിഞ്ഞു, അതായത് അവർക്ക് താല്പര്യമുണ്ട് എന്നറിഞ്ഞു. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം പിന്നെ മനസ്സിലായത് അതായത് ഞാൻ അന്നേരമാണ് ഈ ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. അന്നേരം അതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഒരു കല്യാണം വീടിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അന്നേരം ഇവള് ഉമ്മാന്റെ അടുത്ത് ഇവളുടെ ഏതൊരു വകയിലൊരു ആരോ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു, ആ പയ്യനെ നോക്കിക്കോ, നിന്റെ മോക്ക് കല്യാണ പ്രായമായില്ലേ, അവൻ ഏകദേശം ആയിട്ടുണ്ട്, അറക്കാൻ വെച്ച പോത്താണ്ടൊക്കെ പറഞ്ഞോണ്ട്. അന്നേരം അവര് ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് വന്നത്, നമ്മളെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് വന്നത് നമ്മളെ ഇതായിരുന്നു, എന്താ പറയാ, ജോലിയുടെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഇപ്പൊ ജോലി ആയി എന്നൊക്കെ അവരറിഞ്ഞു, അവര് ഓക്കെ ആയി, നമുക്ക് ആലോചിക്കാം. കാരണം ഓൾറെഡി അറിയുന്ന ഫാമിലിയാണ്, കുറച്ച് അന്വേഷിക്കേണ്ട ആവശ്യം. കാരണം ഓൾറെഡി എന്റെ കാരണവർ അവിടെ കല്യാണം കഴിച്ചതാണ്, അവർക്കറിയാം, നല്ല ഫാമിലിയാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടാമത്തെ പോയിന്റ് ടിക്കറ്റിന്. ഓക്കെ, പിന്നെ ഉപ്പാനെ എങ്ങനെ കൺവിൻസ് ചെയ്യാം ഇതായിരുന്നു പോരാട്ടം. അങ്ങനെ എന്റെ പെങ്ങളെന്ന് വെച്ചാല് എന്റെ പങ്കൊക്കെ അന്നേരം ഞാൻ ഭയങ്കര ജീവനാണ് ആ സമയത്ത്. ഈ സമയത്ത് അങ്ങനല്ല, നമ്മള് പെങ്ങള് കല്യാണം കഴിച്ചു പോയി, ഞാൻ കല്യാണം കഴിച്ചു, രണ്ടാള് രണ്ടറ്റത്തായി. അപ്പൊ ആ പഴയ ഒരു ഇത് എന്തായാലും ഒരു കണക്ഷൻ. പിന്നെ അല്ല, പിന്നെ ലേഡീസിന് വരുമ്പോ കണക്ഷന്റെ അല്ല, ലേഡീസിന് പ്രയോറിറ്റി, ആ ഒരു പ്രയോറിറ്റി മാറിയില്ലേ നമുക്ക് അന്നേരം. പിന്നെ പ്രയോറിറ്റീസ് ഇല്ല. അവൾക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവള്, അതേപോലെ തിരിച്ചു. അങ്ങനെ അവളുടെ ഞാൻ കാര്യം പറഞ്ഞു, അവൾ എന്റെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിട്ട് എനിക്ക് വേണ്ടിട്ട് അവളായിരുന്നു ഭയങ്കര സങ്കടപ്പെടല്. അങ്ങനെ അവള് പിന്നെ ഉപ്പാന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉപ്പ നമ്മള് ഉമേസ്കാക്കല്ലേ അപ്പുറത്ത് പോയി കരയാൻ മുതലാളി. അങ്ങനെ പെങ്ങള് കൺവിൻസ് ചെയ്തിട്ട് ഉപ്പ അവസാനം ഓക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്ക് ഇവളുടെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ എന്താണ് ഇവര് ഡിലേ ആവുന്നത്, ഇവരൊന്നും പറയുന്നില്ലല്ലോ, ഇവർക്കൊരു ബേജാറായി. ഇവര് പ്രിപ്പയർഡ് ആയി, അതായത് എന്നുള്ള സംഭവത്തേക്ക് പ്രിപ്പയർ ആയി തുടങ്ങി. എൻഗേജ്മെന്റിന് പായസം വിളമ്പണോ അതോ ഡെസേർട്ട് കൊടുക്കണോ ചിന്തിച്ചു. ഈ ഒരു ഇതൊക്കെ നടക്കുമ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് മുതൽ ഒരു 1.5 ഇയറിലെ ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് ആ സംഭവത്തേക്ക് വരുന്നത്. കാരണം അത്രയും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞു. കാരണം ഉപ്പ അന്നേരം ഒരു എഗ്രിമെന്റ്, ഒരു കണ്ടീഷൻ വെച്ച്, സിംപ്ലി സാധനം, അത് ഈ നൈസായിട്ട് അതിനിടയിൽ ഇട്ടിട്ട് പോകണം. ഉപ്പ പറഞ്ഞു നല്ല ഓക്കെ, എൻഗേജ്മെന്റ് ആക്കിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് കല്യാണം ആക്കിയാൽ മതി, കാരണം എന്റെ മോനൊന്ന് സെറ്റിൽ ആവാനുണ്ട്. കാരണം ആ സമയത്ത് ഉപ്പാക്ക്, ഏതൊരു ഉപ്പാക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം എന്റെ ഉപ്പാക്ക് ഉണ്ടാവും. ശരി, അങ്ങനെ ആ 1 വർഷം എങ്ങനെ പോയെന്ന് പഠിച്ചവനെ അറിയൂലേ. ഞാൻ അന്നേരം ഖത്തറിലായിരുന്നു. ഖത്തറിൽ ഇങ്ങനെ ബാച്ചലർ റൂമിൽ, പിന്നെ അന്നേരം എന്റെ കൂടെയുള്ള ആൾക്കാർ ആരും കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനായിരുന്നു തല മൂത്തത്. അപ്പൊ അവരെന്റെ അടുത്ത് ഇങ്ങനെ, പ്രായത്തിലല്ല കേട്ടോ, അപ്പൊ എന്റെ അടുത്ത് എക്സൈറ്റഡ് അല്ലേ കല്യാണം, ഞാൻ പറഞ്ഞു പോലെ ഇങ്ങനെ എണ്ണലായിരുന്നു. അങ്ങനെ എണ്ണി അവസാനം ആ ദിനം വന്നെത്തി. അങ്ങനെ 2014 നവംബർ 8 അല്ലേ, 8 അങ്ങനെ ആ ഒരു സംഭവത്തിന് വിരാമം കുറിച്ച് തിരശ്ശീല വീണിരിക്കുകയാണ് ഗൈസ്. അതെ സാർ, ഒരു എപ്പിസോഡ് തീരില്ല സാർ, പറഞ്ഞു ചായ തണുത്ത് പറഞ്ഞ പോലെ. അല്ല, അപ്പൊ ഇങ്ങനെ ഈ പ്രേമിക്കുന്ന സമയത്ത് രാത്രിയാകുമ്പോ ഫോൺ ചെയ്യല്, ഇങ്ങനത്തെ സംഭവങ്ങള്, ഉറക്കൊളിച്ചിരിക്കല്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം? അത് മാത്രം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ സമയത്തുള്ള ആ കാലഘട്ടത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഫോണ്, വാട്സ്ആപ്പ് കോള്, വേറെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ആ സമയത്ത് ഉമ്മ ഉറങ്ങിയിട്ടാണ് ഉമ്മാന്റെ സൈഡിൽ നിന്ന് മെല്ലെ ഫോൺ എടുത്ത് മാറ്റി അന്ന് കീപാഡ് ഫോൺ ആയിരുന്നു. കീപാഡ് ഫോൺ അല്ല, അന്ന് ഇവള് ഉമ്മാന്റെ അടുത്ത് ചില സമയത്ത് പോകും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇവളുടെ ഒരു ക്ലോസ് കസിൻ ഉണ്ട്, ഇവളെ സെയിം ഏജ് ആണ്. അവളെ പേര് പറയണ്ടല്ലേ, അവളെ വീഡിയോ കണ്ടിട്ട് അത് വേറെ പ്രശ്നമാക്കണ്ട. അങ്ങനെ ആ സമയത്തൊക്കെ ആ ചാൻസിൽ എന്നെ വിളിക്കും. കാരണം ആ കസിൻ ആ സമയത്ത് മാരീഡ് ആയിരുന്നു. അപ്പൊ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ചിരിക്കുന്ന സമയത്ത് ഇവളിപ്പുറത്ത്
ആ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളെ വിളിച്ചിട്ടിരിക്കും. എന്റെ ചുളുവിന് ഉമ്മാന്റെ ഫോൺ എങ്ങനെ കൈക്കലാക്കലെന്ന് വെച്ചാല് ഉമ്മമാരുടെ അടുത്തേക്ക് ആ സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് എല്ലാം ഫോൺ എടുത്തിട്ട് അവിടെ എത്തിയിട്ട് പറയും, അയ്യോ ഉമ്മാന്റെ ഫോൺ എന്റെ കയ്യിൽ അയ്യോ ഓവർ ആക്ടിങ് ചെയ്ത് ചളമാക്കാതെ. അതിൽ പണ്ടേ ഉഷാറാണ്. അതല്ലേ നമ്മുടെ ചില വ്ളോഗിലെല്ലാം കാണല്ലേ ഓവർ ആക്ടിങ് ഉഷാറാണ്. സാധനം കയ്യിൽ നിന്ന് എടുത്തിട്ടല്ലേ അല്ലെ, ഭാര്യ റിയൽ ആയിരിക്കില്ലേ. അങ്ങനെ ഇങ്ങനെ രാത്രി ഉറക്കൊളിച്ചിരിക്കുന്ന സമയത്ത് കണ്ണിന്റെ അടിയിൽ പാട് വരലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ആ പാട് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഡെൽറ്റ ഫാർമസി എല്ലാം കരുതി വെച്ചിട്ട് അല്ല ഇതിന് കൂട്ടത്തിൽ പറയാം. ഈ ഒരു പ്രൊഡക്റ്റ് നോക്കിയൊക്കെ ഇത് ഡെൽറ്റ ഫാർമസിയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. 2 പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക് ഇന്ന് പരിചയപ്പെടുകയാണ്. ഇതൊന്നും ഇങ്ങനെ വെച്ചാൽ അണ്ടർ ഐസിന്റെ അടിയിൽ ഇപ്പോൾ എന്ത് ഡാർക്ക് ഇതെല്ലാം മാർക്സ് എല്ലാം വരുന്നൊക്കെ ഇങ്ങനെ അത് റോളർ വിത്ത് റോളറാണ് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രമേ തീരും. പിന്നെ ഈ സോപ്പ് എന്ന് പറഞ്ഞത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. ഡെൽറ്റ ഫാർമസിയിൽ മാത്രമേ കിട്ടുള്ളൂ. കിട്ടില്ല സാധനമാണ്. അതിൽ ഒരുപാട് വൈറ്റമിൻസും ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. കോജിക് ആസിഡോ അങ്ങനെ എന്തോ, ഗ്ലൂട്ടട്ടോൺ, വൈറ്റമിൻ ഇ അങ്ങനെയൊക്കെ അടങ്ങിയിട്ടില്ല. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും, ഇവിടുത്തെ ചൂടിനും പറ്റും. നോർമലി ഇവിടുത്തെ സോപ്പ് യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പൊള്ളി ഫീലിംഗ് ഉണ്ടാവില്ലേ, അതുണ്ടാവില്ല ഇത് യൂസ് ചെയ്താൽ. സോ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതായിരിക്കും. നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഇതും കൂടി അടുത്ത പോഡ്കാസ്റ്റിന് വേണ്ടി അതെ ഇതും കൂടി കൊണ്ടുവന്നിട്ട് ദേ എന്റെ കണ്ണ് നോക്കൂ പോയി. അല്ല ഒരു ഈ കണ്ണിന്റെ താഴെയുള്ള ഇതിന്റെ പറഞ്ഞപ്പോഴാണ് അന്നേരം ഇവളായിരുന്നു. പിന്നെ ഇപ്പൊ ഞാനാണ് അനുഭവിക്കുന്നത്. എഡിറ്റിംഗിന്റെ കാരണത്തിലാണ് അങ്ങനെയാണ്. ആ വീഡിയോ എഡിറ്റിംഗ് അത് എനിക്ക് ഉപകാരപ്പെടും. അതെന്തായാലും ഉപകാരപ്പെടില്ല. ഇതിന്റെ റിസൾട്ട് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. നോ ആണെങ്കിൽ ഞാൻ കുനിച്ചിട്ട് കൂമ്പിലടിക്കുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പോഡ്കാസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് എന്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ചെയ്തതാന്ന് പറഞ്ഞായിരുന്നിട്ട് അങ്ങനെ ഉണ്ടാവാൻ. 2 ആണെന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. തെറ്റാണെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിൽ പൊട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും പറയണം. ഡെൽറ്റ ഫാർമസിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചുളിലൊരു പ്രൊമോഷൻ കൂടിയിട്ട് നമ്മൾ ഇല്ല. നിങ്ങൾ എന്തായാലും ഇതിൽ വളർന്നു വരുന്ന കിടിലൻ ടീമാണ്. ഇവിടെ ഇപ്പൊ കപ്പിളായിട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമില്ല. നിങ്ങൾ നാളെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് തന്നെ സീരിയസ്ലി. ആ വീഡിയോ ക്വാളിറ്റി സ്റ്റാർട്ടിങ് മുതലേ പലവരും എങ്ങനെ വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ക്വാളിറ്റിയിൽ തുടങ്ങി പിന്നെ ക്ലിക്ക് ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടി. നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ കോണ്ടന്റ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, എല്ലാം ആ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ആ ഒരു ക്വാളിറ്റി ഫിക്സ് ചെയ്തിട്ട് അതേ ലെവൽ തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താ വെച്ചാല് നമുക്ക് ബെസ്റ്റ് ആയിരിക്കണം. നമുക്കിപ്പോ എന്ത് വേണമെങ്കിൽ തട്ടിക്കൂട്ടി നമുക്ക് പൈസ വാങ്ങാം. ഇപ്പൊ നമ്മളെ ക്ലയന്റ് ഹാപ്പി ആവണം. നമ്മൾ ചെയ്യുന്ന ഇതിനോടൊരു ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു ഉറക്കോഞ്ഞ് എഡിറ്റ് ചെയ്യും. ഞാൻ എന്റെ ഫോണിൽ ചെയ്യുന്ന ഫുഡ് ബ്ലോഗ് ആയാലും എന്തായാലും ഞാൻ എഡിറ്റിങ്ങിന് ഭയങ്കര ടൈം കണ്ടെത്തും. എന്റെ വീഡിയോസിൽ അത് ആൾക്കാർക്ക് മനസ്സിലാവും. അതെ, എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു ഷോട്ടിന് 2-3 ആംഗിൾ നിന്ന് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കയറ്റി ലിപ്സിങ്ക് സെറ്റ് ചെയ്ത് ഇതെല്ലാം കയറി വരണമെന്നുണ്ടെങ്കിൽ ചില്ലറ പണിയല്ലേ. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാനിരിക്കുന്നുണ്ട്. എന്റെ പാട്ടൊക്കെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും. ഇത് ഒന്ന് വലിച്ചിടും തന്നെ പെണ്ടാറെങ്കിലും വാടോ എന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റിംഗ് പാർട്ടാണ് ഏറ്റവും എന്താ പറയാ. ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ വ്ളോഗ് ചെയ്യുക, എഡിറ്റ് ചെയ്തൊന്നും ഇപ്പോഴും ഒരു പണിയില്ല, ഒരു ജോബ് അല്ലാന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല. അതെ, കാരണം നമ്മുടെ ഫാമിലിയിൽ ഉള്ളതുകൊണ്ട് അമ്രിയും പിങ്കിയും നന്നായിട്ട് അറിയാം. കുറെ 5-6 വർഷമായിട്ട് ചെയ്യുന്നത്. ആൾക്കാരിലേക്ക് എത്തുന്നത് ഒരു മിനിറ്റിന്റെ കാര്യമായിരിക്കും. 15 സെക്കൻഡ് 30 സെക്കൻഡ് ആളുകളിലേക്ക് പിന്നിലിടുന്ന എഫേർട്ട് അതും കുട്ടികൾ. നമ്മള് റീസെന്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. പ്രത്യേകിച്ച് നിങ്ങൾ കപ്പിളായിട്ട് വരുമ്പോൾ അതുപോലെ കേട്ടോ, സിംഗിൾ ആൾ ചെയ്യുന്ന പോലെയല്ലേ. കാരണം നിങ്ങൾക്ക് മക്കളുണ്ട്, ഇതൊക്കെ വരുമ്പോ യു ഗൈസ് ആർ ഡൂയിങ് അമേസിംഗ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മളിപ്പം 100 ഗസലിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ കണ്ടു ഒരു ബീഫിന്റെ കഥ. എനിക്ക് തന്നെ കണ്ടപ്പോ അതിൽ വെള്ളം വന്നു. സഫനോട് ചോദിച്ചു നല്ല ബീഫോടെ കിട്ടുന്നു. അപ്പൊ പറഞ്ഞ 6ാമത്തെ കിട്ടുന്നത് ലെറ്റ്സ് ഗോ. അപ്പൊ അതാണ് ആ വീഡിയോ. പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് ഒരു ഗാദറിംഗ് പ്ലാൻ ചെയ്തിട്ട് ഒരു 26 നോമ്പിന്റെ അങ്ങനെ നമ്മള് ഷൂട്ട് ചെയ്തത്. ഓക്കെ, അന്ന് നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഒരു 10 മണി വരെ നീണ്ടുപോയി. അതാ ലൈറ്റിംഗ് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. ഷോട്ട് ബൈ ഷോട്ട്. അതായത് പിന്നെ എനിക്ക് ആ വീഡിയോയിൽ ഞാൻ ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ കാണുന്ന മാനത്ത് കാണുന്ന ഒരു വീഡിയോഗ്രാഫറാണ് എന്റെ കൂടെ ഉള്ളത്. ഓ, ആ പയ്യന്റെ ഷഹബാസ് ഒരു രക്ഷയില്ലാത്ത പയ്യനാണ്. ഞാനിപ്പോ ഈ അടുത്ത് മസ്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ്. അതായത് ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ സാധാരണ എങ്ങനെ വെച്ചാൽ നമ്മൾ വീഡിയോഗ്രാഫേഴ്സ് വരുമ്പോഴും എനിക്ക് ഈ ഫ്രെയിമല്ല, എനിക്ക് ഈ ഫ്രെയിമാണ് വേണ്ടത്, ഈ ആംഗിളിൽ നിന്ന് വരണം, എനിക്കിത് കഴിഞ്ഞ് ട്രാൻസിഷൻ ഇങ്ങനെ വരണം, ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും. 1 2 3 ഇവൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഷോട്ട് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന വേണ്ടിയിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഷോട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഓക്കെ ബാക്കി നിന്റെ ഇഷ്ടം പോലെ എടുത്താൽ. ഞാൻ അപ്പുറത്ത് എന്തിരുന്നു ഫോണിൽ കളിച്ചത് 2 അരമണിക്കൂർ ഓൺ ഷൂട്ട് ചെയ്തിട്ട് യൂഷ്വലി ഒരു
എന്തെങ്കിലും ഒരു ഷൂട്ടിന് പോകുന്നതിന് മുന്നേ നമ്മളൊരു പ്ലാൻ ഉണ്ടാവും. സ്ക്രിപ്റ്റ് ഇത് നമുക്കൊരു ഒരു റഫ് ഐഡിയ മതി, ബാക്കി ഓൻ്റെതായ രീതിയിൽ ചെയ്തു തരും. ഓനക്കാട് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പൊതുവെ ഷഹബാസിന്റെ വെച്ച് ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരങ്ങനെ ഇതായിട്ട് പറയുന്നത് അല്ല, എല്ലാ വീഡിയോഗ്രാഫേഴ്സും ഇവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തായാലും ഇപ്പോൾ മനീഷേട്ടനാണെങ്കിലും അതുപോലെ റഫീഖ് ആണെങ്കിലും റിയാസ് ആണെങ്കിലും എല്ലാവരും നല്ല എഫേർട്ട് എടുക്കുന്ന ആളുകളാണ്. അതിനോട് പാഷനേറ്റ് ആയിട്ട് മനീഷ് ബ്രോ പാഷനേറ്റ് എന്ന് വേറെ ലെവൽ. ആളുടെ ഏജ് വെച്ചിട്ടും ആളുടെ ഇതും വെച്ച് ചെയ്യണ്ട. പക്ഷെ ആള് ഇപ്പൊ മറ്റേ എഫക്ട് ക്യാമറ അല്ലേ, അത് മിനിഞ്ഞാന്ന് 4 കണ്ട് മേടിച്ചിട്ടുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറ, ഫിലിം ഷൂട്ട് ചെയ്യാം. അത്രയും പാഷനും പരാന്തുള്ള ഒരാളെ അത് ഞാൻ കണ്ടിട്ടില്ല ഒമാനിൽ. അത്രത്തോളം പരാന്തുള്ള ഒരാളെ ആളങ്ങനെ പഠിക്കുന്ന, അതായത് ഓരോ മൊമെന്റ് എടുത്ത് കഴിഞ്ഞ് ഇതിന്റെ വീഡിയോ ട്യൂട്ടോറിയൽ കണ്ട് അതെടുത്ത് തിരിച്ച് മറിച്ച് ഇതാക്കി അങ്ങനെ ചെയ്യുന്ന മനുഷ്യനാണ്. എഡിറ്റിങ്ങിന്റെ ഒരു സംഭവം കൂടി മൂപ്പര് ഇനി ബെസ്റ്റ് ആയിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ആളുടെ എല്ലാ എക്യുപ്മെന്റ്സും ഇതും കൂടി വന്ന വേറെ ലെവലായിരുന്നു. ബ്രോ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ നമ്മളിപ്പോ മനീഷ് ഭായി ആണെങ്കിലും വേറെ ആരെങ്കിലും സിയാദൊക്കെ പിന്നെ മറ്റേ പയ്യന്റെ വരുന്നതാണ് സുൽത്താൻ അല്ല സുൽത്താൻ സിയാദ് അജാസ് ഇവരൊക്കെ നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ എന്തെങ്കിലും കോണ്ടന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കോൺവെർസേഷൻ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള സാധനം ഷഹബാസ് അങ്ങനല്ല, നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോ 1A സജസ്റ്റ് ചെയ്ത അവൻ സീലെത്തിയിട്ട് നിൽക്കണ്ടാവാൻ ഇങ്ങനെ പറയുള്ളൂ. പക്ഷെ അവന്റെ മൈൻഡിൽ സെറ്റാണ് ഇതെടുത്ത് അങ്ങോട്ട് ഇഷ്ടാവും, ഇതാണ് എന്റെ സാധനം എന്നുള്ളത്. പറയുന്നുണ്ട് അവന് ഇതിനേക്കാളും അവന് താല്പര്യം ഡയറക്ഷനാണ്. അതിനുള്ള മുതലുണ്ട് അതിനുള്ള മുതലുണ്ട് ചങ്ങായി. എടുക്കുന്ന ഓരോ ഷോട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും, പക്കയായിരിക്കും. ഇപ്പൊ നമ്മള് ഡമസ്ക് പറഞ്ഞിട്ട് സ്പ്രെഡിന്റെ വീഡിയോ ചെയ്തിട്ട് അതിൽ എനിക്കൊന്നും ചിന്തിക്കണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഒന്നും നമുക്ക് ചിന്തിക്കണമെന്നില്ല. അവനെ ഓരോ സീൻ എടുത്ത് കണ്ടിട്ട് ഭയങ്കര എന്താ പറയാ, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കും ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തിരുന്നു അവന്റെ വർക്ക് കേട്ടോ. ആളെ ഒന്ന് പാഷൻ വെച്ച് നോക്കുമ്പോൾ മനീഷേട്ടനാണ് ആ ഒരു സാധനത്തിൽ അത്രയും ക്രേസി ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ വർക്കിന്റെ കാര്യത്തിൽ ഇതിൽ വരുമ്പോൾ ഈ ഷഹബാസ് ബ്രോ ചെയ്യുന്ന പോലെ, ഷഹബാസ് അന്നിരുന്നിട്ട് ഒരു ക്ലിപ്പ് 3 ക്ലിപ്പ് എടുത്തു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഡയറക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. എനിക്ക് ആക്ച്വലി ഡയറക്റ്റ് ചെയ്യേണ്ടി വന്നില്ല. സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് അതിൽ വേർഡിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു ആങ്കറെ കൊണ്ട്, പ്ലസ് ഇവനെ കൊണ്ട് ഒരെണ്ണെടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ബ്രോ ഇത് ഓക്കെയാണ്, ഈ ഷോട്ട് ഓക്കെയാണ്, അല്ല ഇത് ഒന്നും കൂടെ എടുക്കാം, എന്നിട്ട് ഒന്നും കൂടെ എടുപ്പിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രോക്ക് എനിക്ക് സിംപിളി എനിക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നു ബ്രോ പറയുന്നത് എന്താണെന്നുള്ളത്. ആ സ്പ്രെഡ് നിങ്ങളെ കൊണ്ട് ഒരു 100 വട്ടം ചെയ്യിച്ചിട്ടുണ്ടാവും. ഓൻ മനസ്സിൽ കാണുന്ന ഒരു സാധനം കിട്ടാതെ അത് തീർന്ന വെള്ളം കലക്കിയിട്ട് അടുത്ത മനസ്സിലാവില്ല. അതായത് ഒരു പിന്നെ അതാണ് അത് അത്രയും ടേക്ക് എടുത്തിട്ടാണ് ഷൂട്ട്. അതിൽ വേറെ കുറെ കുട്ടികളെ കൊണ്ട് കുറെ അഭിനയിപ്പിച്ച്, പക്ഷെ അതൊക്കെ ഒരു അവൻ ഹാപ്പി അല്ലാത്തതുകൊണ്ട് ഉമേഷ് ഞാൻ ഹാപ്പി അല്ല അതിൽ. ഞാൻ പറഞ്ഞു അത് ഒഴിവാക്കിയേക്ക്, അങ്ങനെ കുറെ സീൻസ് ഒക്കെ ഒഴിവാക്കി. അങ്ങനെയാണ് അതൊരു 30 സെക്കൻഡ്സ്. പക്ഷെ ക്ലയന്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്റെ അടുത്തോളം നമുക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് വേണ്ടത്. പിന്നെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല നല്ല നല്ല കോണ്ടന്റ്സ്. ഇപ്പോൾ എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒമാനിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഇതിൽ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് പോവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്തു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നമ്മള് പിന്നെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. എന്റെ ഒരു അറിവില് ചുരുങ്ങിയ അറിവില് അങ്ങനെ ഇപ്പൊ എനിക്ക് ചെറിയൊരു ഓർമ്മ കിട്ടാം. നമ്മുടെ ആണ് തോന്നുന്നു എന്നോട് പറഞ്ഞു ഇത് നല്ല രസമുണ്ട് ഇവന്റെ ഒരു എനിക്ക് തോന്നുന്നു റൈറ്റ് ഒരു ബാക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അതൊന്നൊരു ട്രാൻസിഷൻ അതിക്ക് എൻഡിക്കുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു. എന്റെ മൈൻഡില് മുമ്പേ ഉള്ളതെന്ന് വെച്ചാല് പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ഒരാൾ നമ്മൾ റീല് കാണുമ്പോൾ ആ ഫസ്റ്റത്തെ ഒരു കുറച്ച് സെക്കൻഡ്സിൽ പിടിച്ചിരുത്തണം. അതാണ് കഴിവ്. അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ സ്ക്രോൾ ചെയ്ത് സ്പോൺസേർഡ് ആഡ് വന്നാൽ തന്നെ 5 പോട്ടെ യൂട്യൂബ് ആഡ് നമ്മൾ വെയിറ്റ് ചെയ്യും ആ 10 സെക്കൻഡ് കഴിയും കുത്താൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് അവിടെ ഇരുത്താം. അതാ ആ സ്ട്രാറ്റജി മെയിൻ ആയിട്ട് യൂസ് ചെയ്യണ്ട എല്ലാ സംഭവത്തിലും. ആ ഫസ്റ്റ് ഉള്ള 5 സെക്കൻഡ് കൊണ്ട് ഗോൾഡൻ മൊമെന്റ്സ് ഓനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം. പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടം എന്ന് വെച്ചാല് ഞാൻ ഈ പിന്നെ നമ്മൾ ഇവിടുത്തെ ഒമാന്റെ മാർക്കറ്റ് എങ്ങനെയാണ് കുറ്റപ്പെടുന്നതല്ല, അതായത് എനിക്ക് ഈ അഡ്വർടൈസ്മെന്റ് മോഡലാണ് കൂടുതൽ ചെയ്യാൻ എനിക്കിഷ്ടം. ഇപ്പൊ നമ്മളിപ്പോ നൂർഗസിലൊക്കെ ചെയ്ത പോലെ വെറുതെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇന്നൊരു പ്രൊഡക്റ്റ് ആണ്, ഇതിൽ അതുണ്ട്, ഇത് ചായ കറുത്തിരിക്കും, മധുരമിട്ട് കുടിച്ചാൽ മധുര ടേസ്റ്റ്, ഇത് ഇന്ന സമയത്ത് ഇത് അങ്ങനെയാണ് ഇങ്ങനെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞതിന് പകരം ആ ഒരു പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റും ഇതും കൂടി പ്രൊഡക്റ്റിന്റെ ആ ബ്രാൻഡ് ഇക്വിറ്റിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊരു സാധനം നല്ലൊരു സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറെ കൂടി കൊണ്ടുവന്നിട്ട് ഒരു പായസം വെച്ചിട്ട് അങ്ങോട്ട് ഗ്ലാസ്സിൽ വെച്ചിട്ട്
ആ സാധനം ഉണ്ടല്ലോ, അതാണ് സാധനം. ആൾക്കാർക്ക് അതാണ് കാണേണ്ടത്. ഇനി മാറും കേട്ടോ. ഇനിയിപ്പോ ഇതിന്ന് ഇനി മാറാൻ പോകുന്നില്ല. ഇനി വേറൊരു ട്രാൻസിഷൻ വരുന്നത് നെക്സ്റ്റ് ഒരു 1 year വരുന്ന ഒരു ട്രാൻസിഷൻ ഇല്ലേ, അത് വേറെ ലെവലാണ്. ഇനി ആഡ് ഇപ്പൊ കത്രീന കൈഫിനെ വെച്ച് വെക്കുന്ന ആഡ് ഇല്ലേ, അതൊക്കെ മാറും. ജിംപലും ഇതെല്ലാം വന്ന് ആ ലെവലിൽ നിന്ന് മോഡലിലേക്ക് ഇനി മാറും. റണ്ണിങ് സാധനം ഇനി വരുന്ന സാധനം അതാ. അതിന്റെ 1-2 ആഡ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിപ്പോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാധനം സെറ്റ് ചെയ്യുന്നത് വണ്ടികളുടെയും ഇതിലേക്കും കയറുന്ന. എനിക്ക് മോട്ടിവേഷൻ ആണ് ഈ റെഡ് ബുള്ളിന്റെ ആഡൊക്കെ കണ്ടിട്ടില്ലേ? റെഡ് ബുള്ളിന്റെ ആഡിൽ അവർ ഒരിക്കലും റെഡ് ബുള്ളിനെ പറ്റിയിട്ടല്ലോ പറയും, അതൊരു എനർജി ഡ്രിങ്ക് ആണ്. പക്ഷെ അവർ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ പക്കയാണത്. അതെ, റെഡ് ബുൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടന്നു. അതെ, സ്ട്രാറ്റജി അത് തന്നെയാണ്. നമ്മൾ പറയാതെ പറയണം, ആളെ പിടിച്ചിട്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ ഒമാനിലും നമുക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതിപ്പോ ഷഹബാസ് അതിന് പറ്റിയ പയ്യനാണ്. ഇപ്പൊ എന്നെ കൂടെ നമ്മുടെ കോ ആയിട്ട് നിൽക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഒക്കെ കേൾക്കൊണ്ട് പറയാണ്, പുള്ളിക്കാരൻ ഹൈലി ടാലന്റഡ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോണ്ടന്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഷഹബാസിനെ കോൺടാക്ട് ചെയ്താൽ മതി. റൈറ്റ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സാധനം കറക്റ്റ് ഇട്ട് തന്നിട്ട് ആളത് പുറത്തേക്ക് കൊണ്ടുവന്ന് തരും. ഇതിപ്പോ ഷഹബാസിന്റെ കഥയല്ലോ എപ്പിസോഡ് മുഴുവൻ. ഹലോ ഷഹബാസ്, നിനക്ക് ഇതിനേക്കാൾ പ്രൊമോഷൻ കിട്ടാല്ലേ, 5 എണ്ണം മൂപ്പരിക്കും 5 പാട്ട് എന്റെയും അടുത്തത് എടുത്ത് തരണം. അതെ, അത് എടുത്ത് തന്നാലും ഇപ്പൊ ഇത് മുതലാവുള്ളൂ.